എന്തായാലും വലിയ കഷ്ടമായിപ്പോയി. ഭാര്യയോട് പോലും ഒരു വാക്ക് പറയാതല്ലേ അവൻ ഇറങ്ങി ഓടിപ്പോയത്. വിഷ്ണുവിൻ്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ഇനി വനജയ മോനും കൂടി അവൻ്റെ തലയിലാവും. സുനിൽ എന്നെ ശരിക്കും പറ്റിച്ചിട്ടുണ്ട്. അവന്റെ അഭിനയത്തിന് ഞാനും വീണുപോയി. ഞാൻ നിരപരാധിയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ദുബായിലുള്ള ശത്രുക്കൾ എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത്. ഞാനത് വിശ്വസിച്ചു. വിശ്വസിക്കും, നിനക്ക് അതിനുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ. ഞാൻ സ്ഥിരവാടകയ്ക്ക് എടുത്തിരുന്ന ഓട്ടോ അവന് കൊടുത്തു. ഓട്ടം തുടങ്ങിയെന്ന് തന്നെ ആക്സിഡന്റ് ആയി. ഓട്ടോ നന്നാക്കാൻ 3000-ഓളം രൂപ ചെലവാക്കിയത് വിഷ്ണുളിയനാ. എനിക്കാദ്യം മുതലേ അയാളെ സംശയമുണ്ട്. ആ മുഖത്ത് തന്നെയുണ്ട് ഒരു കള്ളന്റെ ലക്ഷണം. എല്ലാം സഹിക്കാം. പോലീസുകാർ വിഷ്ണുവിൻ്റെ വീടിൻ്റെ ഓരോ മുറിയിലും കയറി ഇറങ്ങി. സ്ത്രീകളെ പോലും വെറുതെ വിട്ടില്ല, എല്ലാവരെയും ചോദ്യം ചെയ്തു. ഇപ്പോഴാണെങ്കിൽ സുനിലിൻ്റെ അച്ഛനും പെങ്ങളും അവിടെ വന്നിട്ടുണ്ട്. അവനേക്കാളും ബോറിനാണ് ആ തന്ത. മോളെ വിഷ്ണുവിനെ കൊണ്ട് കെട്ടിക്കാനാണ് അയാൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ല പരിപാടി. കെട്ടിക്കാൻ പ്രായമായ പെണ്ണിനെ കൊണ്ട് അച്ഛൻ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരുന്നു. കുറെ കാലം അവിടെ ഉണ്ട് താമസിക്കുന്നു. നിരന്തരം ശല്യം ചെയ്ത് പെണ്ണിനെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുന്നു. എന്തായാലും വനജ ചേച്ചിയുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. എന്ത് കഷ്ടം? വിഷ്ണുവിൻ്റെ പെങ്ങന്മാരിൽ ഏറ്റവും അഹങ്കാരി ആ വനജയാണ്. അന്ന് ആശുപത്രിയിൽ സുനിലിൻ്റെ മുറിയിൽ നിന്നെ കണ്ടപ്പോൾ ആ പെണ്ണ് എത്ര ചീപ്പായിട്ടാണ് സംസാരിച്ചത്, എത്ര പുച്ഛമായിട്ടാണ് നിന്നെക്കുറിച്ച് പറഞ്ഞത്. ഓ, ചേരി താമസിക്കുന്നതിൻ്റെ ഓട്ടോയാണല്ലോ എൻ്റെ ഭർത്താവ് ഓടിച്ചത്, എന്തൊരു നാണക്കേട് എന്നെല്ലാം പറഞ്ഞ് അന്ന് വനജ നിന്നെ ആട്ടിയ ആട്ട് ഞാൻ മറന്നിട്ടില്ല. ഇപ്പം എന്തായി? അവളുടെ ഭർത്താവ് കുഴൽപ്പണക്കേസിലും മോഷണത്തിലും പ്രതിയാണെന്ന് എല്ലാവരും അറിഞ്ഞേ. നാണക്കേട് മൂലം അവൾ ആത്മഹത്യ ചെയ്യാൻ ആറ്റിലേക്ക് ഓടിയെന്നോ വിഷ്ണുവിൻ്റെ അമ്മയും അമ്മുമ്മയും എല്ലാം കൂടെ പിന്നാലെ പോയി പിടിച്ചോണ്ട് വന്നൊക്കെ പറയുന്നത് കേട്ട്. എനിക്ക് ഈ വനജയുടെ ഒരു സഹതാപവും ഇല്ല. എനിക്കും സഹതാപം ഒരേ ഒരാളിനോടെ ഉള്ളൂ, ആ വിഷ്ണുവിനോട്. സത്യം പറയാലോ അപ്പൊ കുട്ടൻ ചേട്ടാ, ഞാനായിരുന്നു ആ വിഷ്ണുവിന്റെ സ്ഥാനത്തെങ്കിൽ 3 പെങ്ങന്മാരെ അടിച്ച വീട്ടിൽ നിന്ന് പുറത്താക്കി കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല പെണ്ണും കെട്ടി ആ വീട്ടിൽ സുഖമായിട്ട് താമസിച്ചേനെ. ആ 3 പെങ്ങന്മാരിൽ എൻ്റെ ഭാര്യ നീ അങ്ങ് വിട്ടേരി. അവൾ വിഷ്ണുളിയോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. മുരളി, ഞാൻ സത്യം പറഞ്ഞാൽ നീ എന്നോട് പിണങ്ങരുത്. ആങ്ങളയോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത് നിന്റെ ഭാര്യ. അതെന്താ അങ്ങനെ? എന്നെ പോലെ വെളുത്ത് തുടുതുടാന്നിരിക്കുന്ന സുന്ദരന്മാരായ ആണുങ്ങൾ ഈ നാട്ടിലുള്ളപ്പോ ഇവനെ പോലൊരു കറുമ്പന്റെ കൂട്ടത്തിൽ ഇറങ്ങി പോയതിലും വലിയൊരു ദ്രോഹം ആങ്ങളയോട് ചെയ്യാനുണ്ടോ? ഈ ലോകത്തിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് അറിയോ? രജനീകാന്ത്. ആ രജനീകാന്തിനും എനിക്ക് ഒരേ നിറമാ. കേട്ടിട്ടില്ലേ? കറുപ്പ് താൻ എനക്ക് പൊടിച്ച കളറ്. ഈ കറുമ്പന്മാരുടെ കൂടെ കൂടി ഞാനും കൂടെ കറുത്തു പോകുന്ന എന്റെ സംശയം. നീ ചിരിക്കണ്ട, നിന്നോട് കൂടിയാ പറഞ്ഞത്. അല്ല മുരളി, രാജകുമാരൻ പള്ളിയുറക്കം കഴിഞ്ഞ് വന്നോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. രാവിലെ 9 മണിയാകുമ്പോ ഇവിടെ കഴിക്കാൻ വന്നിരുന്നോണം. അത് കഴിഞ്ഞാ പിന്നെ ദോശ ഇടാനും വിളമ്പി തരാനും ഒന്നും ഇവിടെ ആരുമില്ല. നീ നിന്റെ കാര്യം അങ്ങ് നോക്കിയാ മതി. നിന്റെ കാര്യം കൂടെ നോക്കും. നോക്കാൻ തന്നെയാ തീരുമാനം. ഞാൻ നിന്റെ ചേട്ടത്തി, നീ എന്റെ അനിയൻ. അമ്മയില്ലാത്ത സ്ഥിതിക്ക് ചേട്ടത്തിക്ക് നീ അമ്മയുടെ സ്ഥാനമാ തരേണ്ടത്. എനിക്ക് നിന്റെ ഈ കൊഞ്ചലും കുഴയിലൊന്നും അത്ര പിടിക്കുന്നില്ല. ഇവന് തീരെ സെൻസ് ഇല്ലല്ലോ കിഷോർ. നല്ല പേട കരണക്കുറ്റിക്കിട്ട് കൊടുക്കാൻ ആളില്ലാത്ത കൊണ്ടാ. സാരമില്ല, ഞാൻ ശരിയാക്കിക്കോളാം. ഇതെന്താ ദോശയോ? എനിക്ക് ചപ്പാത്തി ഇഷ്ടം അറിഞ്ഞൂടെ? തൽക്കാലം ഇവിടെ ഉള്ളത് കഴിച്ചാ മതി. അച്ഛന് ദോശ ഇഷ്ടം, കിഷോറിനും. പിന്നെ നീ ഒരുത്തിന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കിയ വേസ്റ്റാ. ആരിയ്ക്കുന്നു ഇവിടെ ജോലി ചെയ്യാൻ? ജോലിക്ക് ഇവിടെ ആളെ നിർത്തിയിരിക്കുന്നത് നിന്റെ വീട്ടിൽ നിന്നല്ലോ. അവരെ ഞാൻ പറഞ്ഞു വിട്ടു. ഒരു വൃത്തിയില്ലാത്ത സാധനം. ആരോട് ചോദിച്ചിട്ട്? നന്ദു, മര്യാദയ്ക്ക് വല്ലതും കഴിച്ചിട്ട് പോകുന്നെങ്കിൽ പോ, അല്ലെങ്കിൽ വീട് മാറി താമസിക്ക്. ഈ വീട്ടിൽ തൽക്കാലം ഞാൻ തീരുമാനിക്കുന്ന പോലെയാ കാര്യങ്ങള്. അത് നിന്റെ മനസ്സിൽ വച്ചാ മതി. ഈ വീടുൾപ്പെടെ അച്ഛന്റെ സകല സ്വത്തുക്കളും എന്റെ കയ്യിലാ. ഒരു പവർ ഓഫ് അറ്റോർണിയുടെ ബലത്തിലാണേൽ അത് സ്ഥിരപ്പെടുത്താൻ ഞാനൊരു അപേക്ഷ കിഷോറിനെ കൊണ്ട് കൊടുപ്പിച്ചാ പോരെ? ഈ അച്ഛനത് എവിടെ പോയി കിടക്കുവാ? നേരത്തും കാലത്തും ഒന്നും വന്ന് കഴിക്കാതെ പ്രഷറും ഷുഗറും കൂടി കിടന്ന നോക്കാൻ ഞാനിവിടെ ഒരാളുണ്ടല്ലോ. അച്ഛനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ പവർ ഓഫ് അറ്റോർണി അസാധുവാക്കണോന്ന്?
എന്റെ അഭിപ്രായം എത്രയും പെട്ടെന്ന് ഭാഗം വെക്കണോന്നാ. അതാ ഭാവിയിലേക്ക് നല്ലത്. ദാ, വെറുതെ നന്ദുനെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? ചേട്ടന്റെ സ്വത്തുക്കളും കൂടെ നോക്കി. ചോര നീരും അവന് മാത്രമല്ലല്ലോ, ഇവിടെ ഒരാളില്ലേ. ദേ കണ്ടില്ലേ ഇരിക്കുന്ന ഇരിപ്പ്. നീ പറഞ്ഞോ, ഞാൻ അതുപോലെ ചെയ്യാം. ഇതെന്താ റേഷനോ? രണ്ടും മതി. അച്ഛൻ കുറച്ച് ഡയറ്റ് ചെയ്യണം. നന്ദുവിന് അച്ഛൻ എങ്ങനെയും അസുഖം വന്ന് കിടന്നാ മതി എന്നായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് ഞാനൊരു ഡയറ്റീഷ്യനെ കണ്ട് വേണ്ടതുപോലെ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ആ ലിസ്റ്റ് അനുസരിച്ച് ഞാൻ വിളമ്പിക്കോളാം. അച്ഛൻ അനുഭവിക്കട്ടെ. ഇനി ഒട്ടകത്തിന് ഇടം കിട്ടിയ പോലെ ആവും. ഇവൾ ഓരോന്നും കൈക്കലാക്കും. അപ്പോഴേ പഠിക്കൂ. ആരാച്ചാ യഥാർത്ഥത്തിൽ ഈ വീട്ടിലെ ഒട്ടകം? ഒരവസരം കിട്ടിയപ്പം പവർ ഓഫ് അറ്റോണി എഴുതി വാങ്ങി സ്വന്തം ചേട്ടന്റെ പേരിലുള്ള സ്വത്തുകൂടി എഴുതി വാങ്ങിച്ച ഒട്ടകം. ഹോ, ഒരു മനുഷ്യന്റെ മനസ്സിലിരിപ്പേ. സ്വത്തുണ്ടായാൽ ഇതാ കുഴപ്പം. കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹം കാണില്ല. മറ്റേയാളുടെ പാത്രത്തിലുള്ളതും കൂടെ വാരി തിന്നണമെന്നേ മനസ്സിൽ കാണൂ. അച്ഛാ, എനിക്ക് ഉച്ചയ്ക്ക് ഇവിടെ വരാൻ പറ്റില്ല. ഊണ് കൊടുത്തുടണം. നീ വിഷമിക്കണ്ട, ചേട്ടത്തി കൊണ്ടുതരാം. ചേട്ടത്തി. ഹു. അച്ഛൻ എന്തിനാ ഇത്രയധികം സമ്പാദിച്ചത്? ഈ 2 മക്കൾക്ക് വേണ്ടിയോ? ഒന്നാം തരം 2 മക്കളാ. കുറെ നേരമായി ഞാൻ സഹിക്കണോ? വായടച്ചൊക്കടി. അയ്യോ, ഒച്ച വെച്ച് പ്രഷർ കൂട്ടാതെ അച്ഛാ. അച്ഛൻ ഇച്ചിരി ചട്ടിനി ഒഴിക്കട്ടെ? വേണ്ട. നിക്ക് നിക്ക് നിക്ക്, ഞാൻ കേട്ടത് ശരിയാണോടാ? അമ്മൂമ്മ നിനക്ക് 5 ലക്ഷം രൂപ തന്നോ? രൂപ മാത്രമായിട്ടല്ല, രൂപയെ ആഭരണമായിട്ട് ഏതാണ്ട് 5 ലക്ഷം തന്നു. എന്നിട്ട് നീ അത് മുഴുവൻ കൊണ്ടുപോയി അമൃതയ്ക്ക് കൊടുത്തു. അമൃതയ്ക്ക് കൊടുത്തില്ല, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിക്ക് കൊടുത്തു. ലാഭം കിട്ടുന്ന സമയത്ത് അതിങ്ങ് തിരിച്ചെടുക്കാം. എന്നാലും അതിൽ 1 ലക്ഷം പോലും നീ എനിക്ക് തന്നില്ലല്ലോടാ. അതിന് 5 ലക്ഷം അമ്മൂമ്മ കൊച്ചുമക്കൾക്ക് ഭാഗം വെച്ച് തന്നതൊന്നും അല്ലല്ലോ, ബിസിനസ്സിൽ മുടക്കിയല്ലേ. ആ 5 ലക്ഷവും അതിന്റെ പലിശയും തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടിയത് തന്നെ. നീ കാത്തിരുന്നോ. പതിവില്ലാതെ ആ പെങ്കൊച്ച് ഈ വീട്ടിൽ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ അതിന്റെ പിന്നിൽ എന്തോ ഗുലുമാലുണ്ടെന്ന്. 10,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞ അമ്മ സന്തോഷിച്ച് നടക്കുക. 5 ലക്ഷം അങ്ങോട്ട് വാങ്ങിച്ചിട്ട് 10,000 ഇങ്ങോട്ട് തരുന്നത് വലിയ കാര്യമാണോ? ആ 10,000 വേറെ, ഈ 5 ലക്ഷം വേറെ. ഞാൻ എത്ര പറഞ്ഞാലും അതൊന്നും വിമലേശിക്ക് മനസ്സിലാവില്ല. 5 ലക്ഷം അമ്മൂമ്മ ദാനമായി കൊടുത്തതല്ല, അമ്മ കുഞ്ഞിന് ദാനത്തിന്റെ ആവശ്യവുമില്ല. അമ്മൂമ്മയുടെ പൈസ അമ്മ കുഞ്ഞിനും വേണ്ട, എനിക്കും വേണ്ട. ആ പണം തിരിച്ച് ഈ വീട്ടിൽ തന്നെ വരും. അമ്മൂമ്മയുടെ കാലം കഴിഞ്ഞാൽ ആ പണം നിങ്ങൾക്കൊക്കെ തന്നെ കിട്ടും. എന്നാലും 5 ലക്ഷം രൂപ ഇത്രയും അമ്മൂമ്മ ചേർത്ത് വെച്ച് കളഞ്ഞല്ലോ. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് എത്ര ശരിയാ. എന്റെ നോട്ടവും ഇരിപ്പും കിടപ്പൊക്കെ കുറച്ച് മോശ. ഡോളി വർഗീസിനെ പോലെ എല്ലാം തികഞ്ഞ നോട്ടവും ഇരിപ്പും കിടപ്പും ഒന്നും എനിക്കില്ല. എന്ത് ചെയ്യാം, അതെന്റെ കുഴപ്പമായിപ്പോയി. ക്ഷമിച്ചു കളാ. അതല്ലേ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് അവളെ പിടിച്ച് കല്യാണം കഴിക്കേ. അല്ല പിന്നെ ദേവനെ, ഞാൻ ഒരു കാര്യം പറയാം. ഒരാവശ്യമില്ല ഡോളി ഇതിലേക്ക് വലിച്ചഴിക്കരുത്. അതെന്താ? ഡോളിയെ പറഞ്ഞ നിങ്ങൾക്ക് എന്താ ഇത്ര ചങ്കുവേദന? അല്ലേ തന്നെ ഞാൻ എന്തോ പറഞ്ഞെന്നാ? അവൾ എന്നേക്കാൾ കൊള്ളാന്ന് പറഞ്ഞു. അതിലെന്താ അത്ര തെറ്റ്? നീ എങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ അതിന്റെ കുത്തുവർത്തമാനം വളരെ ക്ലിയറാ. എന്തിനാ അവളോട് ഇത്ര അസൂയ? അവൾ എന്റെ ഒരു സ്റ്റാഫാ. അതിലപ്പുറം നീ എന്തിനാ അവളെ കുറിച്ച് ഇങ്ങനെ? ഛേ, വളരെ ചീപ്പായി പോയി. അതെ അതെ, ഞാൻ വളരെ ചീപ്പാ. അവള് വളരെ കോസ്റ്റ്ലി. അതുകൊണ്ടാണല്ലോ അക്കൗണ്ടിൽ നിന്ന് വലിയ വലിയ തുക അങ്ങോട്ട് പോകുന്നത്. എന്റെ യമുനെ, അവൾ എന്റെ ഓഫീസിലെ എന്റെ ഏറ്റവും റിലയബിൾ സ്റ്റാഫാ. 2-3 കൊല്ലമായിട്ട് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും നോക്കി നടത്തുന്ന അവളാ. ലക്ഷക്കണക്കിന് രൂപ 2 കൊല്ലത്തിനു മുമ്പ് അവളെ 2 മാസം സൂക്ഷിച്ചത്. വേണേൽ അവക്ക് അതുകൊണ്ട് മുങ്ങാമായിരുന്നു. ഒരു പൈസയുടെ കള്ളത്തരം അവള് കാണിച്ചിട്ടില്ല. അവളെ കുറിച്ച് നീ ഇങ്ങനെ പറയുമ്പോ ജസ്റ്റ് ഇമാജിൻ, ഇത് വല്ലതും അവൾ അറിഞ്ഞാ പേടിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നാട്ടുകാരും അറിയും. എന്തിനാ പ്രമോദേട്ടാ എന്നോട് ഈ കള്ളം പറയുന്നത്? അവളുടെ ഒരു തണ്ടും തടിയും കൊഞ്ചിക്കൊഴിഞ്ഞുള്ള വർത്തമാനം. ഇനി ഡോളിയെ കുറിച്ച് ഒരക്ഷരം നീ പറയരുത്. പറഞ്ഞ നിങ്ങൾ എന്തോ എന്നെ ഇറക്കി വിടുവോ? Will you please shut up for God's sake? I have to watch TV.
Don't make noise or I will break all അയ്യോ this. അയ്യോ ഡാ മോനെ സോറിടാ സോറി സോറി. വിനിതേ ആ ദാ വരുന്നു. ചോറുളമ്പ്. ഒരു 5 മിനിറ്റ് തോരനൊന്ന് കടുവറുത്തോട്ടെ. ഞാൻ അമ്മയ്ക്ക് ചൂട് വയ്ക്കായിരുന്നു. ദാ വരുന്നു. ഈ അമ്മക്ക് ഇങ്ങനെ 24 മണിക്കൂർ കാലും തിരുമ്പി ചൂടും വെച്ച് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നല്ല കുറവുണ്ടല്ലോ. വെറുതെ ഇങ്ങനെ തടയി കൊടുക്കാൻ വേണ്ടി മടി പിടിച്ചിരിക്കുക അല്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. എനിക്ക് 4 കാശുണ്ടാക്കേണ്ട സമയമാണ്. എനിക്കിവിടെ നേരത്തെ കാലത്തെ വല്ല കഴിക്കാൻ തരാൻ പറ്റിയേ പറ. ഞാൻ നമ്മുടെ കറുത്തിടഞ്ഞ എൻ്റെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചോളാം. അല്ല പിന്നെ ചുമ്മാ അതും ഇതും പറഞ്ഞ അമ്മയെ വിഷമിപ്പിക്കല്ലേ. വന്ന് വല്ലതും കഴിക്ക്. ഞാൻ ചോറ് വിളമ്പാം. അത് പറഞ്ഞു. അവിടെ പോസ്റ്റ് വന്നെന്ന കവറ ഞാൻ പൊട്ടിച്ചു നോക്കില്ല. കണ്ടിട്ട് മറ്റേ ജോലിക്കാരിയാന്ന് തോന്നുന്നു. മുരളിച്ചേട്ടാ ജോലി കിട്ടി. അയ്യോ അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. ഓ ദൈവമേ, ഇന്ന് അങ്ങോട്ട് പോകുന്ന പോക്കിൽ പഴവാങ്ങാടിക്ക് ഒരു 4-5 തേങ്ങ ഉടക്കും. അമ്മേ അമ്മ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. അയ്യോ. ഇതാ 1000-ന്റെ 5 കെട്ടുകൾ. ഓരോ കെട്ടിലും ഓരോ ലക്ഷം. 5 ലക്ഷം രൂപ. നിനക്കും നിന്റെ അമ്മയ്ക്കും ഇപ്പോഴാവശ്യം പണമാണ്. നീ എൻ്റെ മകന്റെ ഭാര്യവേഷം കെട്ടിയിരിക്കുന്നതും പണത്തിനു വേണ്ടി തന്നെ. ഈ രൂപ മുഴുവൻ എടുത്തോളൂ. പക്ഷേ ഒരു വ്യവസ്ഥയിൽ. പുലരുന്നതിന് മുമ്പ് നീ വീട് വിട്ടു പോയിരിക്കണം. എന്റെ ഭർത്താവിന്റെ അച്ഛൻ ആദ്യമായി എനിക്ക് തരുന്ന സമ്മാനമല്ലേ? സ്നേഹപൂർവ്വം ഞാനത് സ്വീകരിക്കുന്നു. അച്ഛൻ പറഞ്ഞത് ശരിയാ. അമ്മയെ ചികിത്സിച്ച വകയിൽ ഞങ്ങൾക്ക് നല്ലൊരു തുക കടം വന്നിട്ടുണ്ട്. കിഷോർ, ദേ ഈ പണം അച്ഛൻ എനിക്ക് തന്നതാ. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടാൻ. ആളുകൾ പറയുന്നത് പോലെ എന്റെ ഫാദർ ഇൻ ലോ ക്രൂരനൊന്നുമല്ല, നീചനും അല്ല. അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു തുക മരുമകൾക്ക് പ്രസന്റ് ആയി തന്നത്. കിഷോർ ഈ പണം സൂക്ഷിച്ചു വെക്ക്. ഭാഗം നടന്ന് നമ്മൾ വേറെ താമസിക്കുന്നത് വരെ നമ്മുടെ പേഴ്സണൽ ചെലവുകൾക്ക് പണം വേണ്ടേ? എപ്പോഴും അച്ഛനോട് 5ഉം 10ഉം ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഓരെങ്കി ഇപ്പൊ താക്കോൽ കൂട്ടം ഇരിക്കുന്നത് നന്ദുന്റെ കയ്യിലല്ലേ? നീ പറഞ്ഞത് വളരെ ശരിയാ. താങ്ക് യു അച്ഛാ. ഇത് ഞാൻ നിനക്ക് തന്ന സമ്മാനമാണെന്ന് ആര് പറഞ്ഞു? എന്റെ മകനെ എനിക്ക് വിട്ടുതരുന്നതിന് ഞാൻ നിനക്ക് തന്ന കൂലിയാണ്. ഈ താലിക്ക് ഇത്ര വിലയുള്ളൂ അച്ഛാ? അച്ഛനെന്താ ഇങ്ങനെ ബോധമില്ലാതെ സംസാരിക്കുന്നത്? സ്വത്തും താലിയും തമ്മിൽ ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ തന്നെ ഈ താലിയുടെ വില 10 കോടിയെങ്കിലും വരും. അച്ഛൻ ഏറ്റവും കുറഞ്ഞത് 20 കോടിയുടെ സ്വത്തുണ്ട്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് മാത്രം. ബിസിനസ്സിലെ ആസ്തി വേറെ. നിന്റെ കഴുത്തി കിടക്കുന്ന ആ സാധനം ഞാനങ്ങ് പൊട്ടിച്ചളഞ്ഞാലോ? ഈ നിൽക്കുന്ന നിന്റെ തന്തയ്ക്ക് പോലും ഇല്ല അതിനുള്ള ധൈര്യം. എനിക്കുണ്ടടി അതിനുള്ള ധൈര്യം. ഞാനത് പൊട്ടിച്ചളഞ്ഞ കാണോ?
അതിനെന്തെങ്കിലും പറ്റിയോ? ഈ ഭ്രാന്തനെ ഭ്രാന്താലയത്തിൽ തന്നെ കൊണ്ടുപോയിടണം. ഇവളെ ഏതെങ്കിലും വേശ്യാലയത്തിലും. അച്ഛൻ അതിനുള്ള ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ വീട്ടിൽ ഇത് തന്നെ നടക്കും. ഇല്ല, ഇനി ഒരിക്കൽ പോലും ഈ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പേടിക്കണ്ട. നീ ജീവിച്ചിരുന്നാലല്ലേ അത് നടക്കൂ. ഇന്ന് രാത്രി നീ ഉറങ്ങിക്കിടക്കുമ്പോ ഒരൊറ്റ വെട്ട് നിന്റെ തലയും ഉടലും രണ്ടാകും. അടങ്ങിയിരുന്നാ നിനക്ക് നല്ലത്. ഞാനിപ്പോ ശകുന്തളയല്ലടാ, കാളിയാ, ഭദ്രകാളി.